ഇടുക്കി കല്ലാർകുട്ടി ടൗണിൽ കർവ്ഡ് കോൺവെക്സ് മിറർ പുനഃസ്ഥാപിക്കാൻ നടപടി വേണമെന്ന ആവശ്യം ശക്തം. ഏതാനും നാളുകൾക്ക് മുൻപുണ്ടായ വാഹനാപകടത്തിലാണ് മിറർ തകർന്നത്. കല്ലാർകുട്ടി ടൗണിൽ അടിമാലി കുമളി ദേശീയപാതയോരത്തായിരുന്നു അപകട സാധ്യത ഒഴിവാക്കാനായി കർവ്ഡ് കോൺവെക്സ് മിറർ സ്ഥാപിച്ചിരുന്നത്. തിരക്കേറിയ ജംഗ്ഷനൊപ്പം കൊടുംവളവോടുകൂടിയ ഭാഗം കൂടിയാണ് കല്ലാർകുട്ടി ടൗൺ. വെള്ളത്തൂവൽ ഭാഗത്തു നിന്നും അടിമാലി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾക്ക് എതിർദിശയിൽ നിന്നും വാഹനങ്ങൾ വരുന്നുണ്ടോ എന്ന് തിരിച്ചറിഞ്ഞ് മുമ്പോട്ട് പോകാൻ സഹായിക്കുന്നതായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ. ഏതാനും നാളുകൾക്ക് മുൻപ് ലോറി വ്യാപാര സ്ഥാപനങ്ങളിലേക്ക് പാഞ്ഞുകയറിയുണ്ടായ വാഹനാപകടത്തിലായിരുന്നു ഇവിടെ സ്ഥാപിച്ചിരുന്ന മിറർ തകർന്നത്. തകർന്ന മിററിന് പകരം പുതിയ മിറർ സ്ഥാപിക്കാൻ നടപടി വേണമെന്നാണ് വാഹനയാത്രികരുടെ ആവശ്യം. മിറർ ഉണ്ടായിരുന്നപ്പോൾ വളരെ അപകടം കുറവാണ്. ഒരു ദിവസം ഒരു ഇടിയിൽ ഇവിടെ നടക്കുന്ന ദിവസങ്ങളാണ്. എല്ലാ ദിവസവും ഇത് തന്നെ. ആ 3 വഴിയിൽ വരുമ്പോൾ വഴിയിൽ സിഗ്നൽ ബോർഡുകളില്ല, ഇവിടെ ജംഗ്ഷനാണെന്നുള്ള ആർക്കും അറിയാൻ പാടില്ല. അങ്ങനെയുള്ള കാരണങ്ങളൊക്കെ കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. ഈ വെള്ളത്തൂർ വഴിക്ക് വരുന്ന വണ്ടികൾക്ക് ഇങ്ങനെ ഒരു ജംഗ്ഷൻ ഉണ്ടെന്നുള്ള അറിയില്ല. അത് കാരണം അവർ നേരെ ഹൈവേയിലേക്ക് കയറും. ഹൈവേയിൽ വരുന്ന വണ്ടിക്കാർ നേരെ പോകാൻ അവിടുന്ന് ഒരു ജംഗ്ഷൻ ഉണ്ടെന്നുള്ള അവർക്കറിയില്ല, അവരും നേരെ വരും. അതുകൊണ്ട് ആ മിറർ ഉണ്ടെങ്കിൽ എല്ലാം കൊണ്ടും സൗകര്യമാണ്. ഹൈവേയിലെ എല്ലാ അത്യാവശ്യ കാര്യങ്ങളും ശ്രദ്ധിക്കുക. മിററില്ലാതായതോടെ പലപ്പോഴും തലനാരിഴയ്ക്കാണ് കല്ലാർകുട്ടി ടൗണിൽ അപകടം ഒഴിവായി പോകുന്നത്. രാവിലെയും വൈകുന്നേരങ്ങളിലും കല്ലാർകുട്ടി ടൗണിൽ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. ഇടുങ്ങിയ ടൗൺ എന്ന നിലയിൽ വാഹനങ്ങൾ എതിർദിശകളിൽ നിന്ന് വരുന്നത് കാണാൻ കഴിയാതെ പോവുകയും പലപ്പോഴും ഗതാഗതക്കുരുക്കിന് ഇടവരുത്തുകയും ചെയ്യാറുണ്ട്. കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.